എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് തിയറി പോർഷൻ ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, വേഗം വേണം, നമുക്ക് കുറച്ച് തിയറി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നാണ്. എടാ, നമ്മുടെ പാർട്ട്ണർഷിപ്പ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു എഗ്രിമെന്റിന്റെ ബേസിലാട്ടോ. നമ്മൾ എഗ്രിമെന്റ് ഓറൽ ആകാം, അതായത് സംസാരിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ എഴുതി ഉണ്ടാക്കാം. ഈ എഴുതി ഉണ്ടാക്കുന്ന ആ റിട്ടൺ ഡോക്യുമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്ത് പറയാം? പാർട്ട്ണർഷിപ്പ് ഈസ് ദ എഗ്രിമെന്റ് ആണ് അല്ലേ? പാർട്ട്ണർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അത് ഓറലോ റിട്ടണോ ആകാം. അതിൽ റിട്ടൺ ആയിട്ടുള്ള എഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിട്ടൺ എഗ്രിമെന്റിന് കേട്ടോ. ഇനി ഈ ഡീഡ് എന്ന് പറയുന്ന ആ റിട്ടൺ എഗ്രിമെന്റ് എല്ലാ പാർട്ട്ണർഷിപ്പിനും ഉണ്ടാകണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടാകും, പക്ഷെ ആ എഗ്രിമെന്റിൽ ചിലപ്പോൾ ഈ പറയുന്ന 5 കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്നില്ല. അത്തരം ഒരു സിറ്റുവേഷൻ വന്നാൽ, അതായത് ഈ 5 കാര്യങ്ങളെ എഗ്രിമെന്റിൽ ഇല്ല എങ്കിൽ എഗ്രിമെന്റേ ഇല്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എഗ്രിമെന്റിൽ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആക്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ പ്രോഫിറ്റ് ഷെയറിങ് സാധാരണ എഗ്രിമെന്റിൽ ഉണ്ടാകും. ഇനി ഇല്ല എങ്കിൽ നിങ്ങൾ ഈക്വലി വേണം പ്രോഫിറ്റ് വീതം വെക്കാൻ. ഇനി എന്താ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സിന് ക്യാപിറ്റലിന് പുറത്ത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അത് സാധാരണ എഗ്രിമെന്റിൽ പറയും എത്ര പെർസെൻറ്റേജ് കൊടുക്കണമെന്ന്. പക്ഷേ അത് പറഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ എഗ്രിമെന്റേ ഇല്ല എങ്കിൽ നിങ്ങൾ ഒന്നും കൊടുക്കരുത്, നോ എന്ന് എഴുതണം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ഫേം. അത് ചില പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും? ഫേമിന് ലോൺ കൊടുക്കും. അപ്പൊ അതിന്റെ പലിശ കൊടുക്കണം. പാർട്ട്നേഴ്സ് ലോൺ പലിശ കൊടുക്കണം. അത് സാധാരണ എഗ്രിമെന്റിൽ പറയും. എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ല, സൈലന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം സാറേ? 6% ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓർത്ത് വെച്ചോ, പാർട്ട്നേഴ്സ് ലോണിന്റെ ഇൻട്രസ്റ്റ് മാത്രം 6% കൊടുക്കണം. ബാക്കി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനോ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സിനോ, അതായത് ഇതൊക്കെ എഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഡീഡിൽ പറഞ്ഞാൽ മാത്രം കൊടുക്കേണ്ട അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട സാധനങ്ങളാണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ മാത്രമാണ് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ 6% എന്ന് അസ്യൂം ചെയ്യേണ്ടത്. ലോ പറയുന്നത്, നിയമം പറയേണ്ടത്. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണെങ്കിലും എഗ്രിമെന്റിൽ ഒരു പർട്ടിക്കുലർ റേഷ്യോ പറഞ്ഞിട്ടില്ല എങ്കിൽ പ്രോഫിറ്റ് ഈക്വലി വീതം വെക്കണം. ഓക്കെ, ഇത്രയും അറിഞ്ഞിരിക്കുക. ഡീഡ് എന്താണെന്നും ഈ റൂൾസും അറിഞ്ഞിരിക്കുക. ഇനി എന്താ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കണം. സാർ എന്താ സാർ ഈ മെത്തേഡ്? എടാ, അതായത് പാർട്ട്നേഴ്സും ഫേമുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും എഴുതുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. പക്ഷേ ഫേമുകൾക്ക് ഒന്നെങ്കിൽ 2 മെത്തേഡുകൾ എന്ത് ചെയ്യാം? ഈ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിക്കാം. ബൈ ഡിഫോൾട്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഉപയോഗിക്കാറ്. അപ്പോൾ എന്താണ് ഈ 2 മെത്തേഡുകൾ തമ്മിലുള്ള ഡിഫറൻസ്? അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ 2 അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, 2 അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏതൊക്കെയാ സാർ? ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം. ശരി സാർ. ഇനി ഇപ്പം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിലോ ഓൺലി 1 അക്കൗണ്ട്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് മാത്രം മതി. കറന്റ് അക്കൗണ്ട് എവിടെ ഇല്ല? ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ഇല്ല. ഓക്കെ, ഇനി അടുത്ത ഡിഫറൻസ് എന്താ? ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമൈൻ ഫിക്സഡ്. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിലെ ക്യാപിറ്റൽ അക്കൗണ്ടിന് എമൗണ്ടിന് എപ്പോഴും അതിന്റെ ഒരു ബാലൻസ് ഏകദേശം ഫിക്സഡ് ആയിരിക്കും, മാറ്റമില്ല. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിലോ പേരിൽ തന്നെ ഉണ്ട്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് ഫ്ലക്ച്വേറ്റിംഗ്. അപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊക്കെ കറന്റ് അക്കൗണ്ടിലാണ് എഴുതുക. സോ അഡ്ജസ്റ്റ്മെന്റുകൾ, ഇയർലി അഡ്ജസ്റ്റ്മെന്റുകൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അവിടെ 2 അക്കൗണ്ട് ഉണ്ടല്ലേ, ക്യാപിറ്റലും കറന്റും ഉണ്ട്, അതിൽ കറന്റ് അക്കൗണ്ടിൽ എഴുതുക. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗിലോ അതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ എഴുതും. കാരണം അവിടെ ഓകെ ഒരു അക്കൗണ്ടേ ഉള്ളൂ അല്ലേ, വേറൊരു അക്കൗണ്ട് പോലും ഇല്ല. അപ്പൊ എല്ലാം അതിൽ തന്നെ എഴുതും. ഓക്കെ, ശരി. ഇനി അടുത്തത്, ബോത്ത് കറന്റ് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ബാലൻസ് ഷീറ്റിൽ കാണിക്കും അല്ലേ. കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് ആയിക്കോട്ടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിക്കോട്ടെ, അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. കാരണം അത് 2 ഉണ്ട്. ഇവിടെയോ ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കൂ, കാരണം അതല്ലേ ഉള്ളൂ അല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് മാത്രമേ ബാലൻസ് ഷീറ്റിൽ കാണിക്കുള്ളൂ. ഇനി ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ ഡീഡ്. അതായത് നിങ്ങൾക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും വരയ്ക്കുന്ന സിസ്റ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് എവിടെ മെൻഷൻ ചെയ്തിരിക്കണം? ഡീഡിൽ പറഞ്ഞിരിക്കണം. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞാൽ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി. എന്നാൽ നോട്ട് നെസസറി ഏത് കേസിൽ? ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ. ഫ്ലക്ച്വേറ്റിംഗ് കേസിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഡീഡിൽ പറയണമെന്നൊന്നും ഇല്ല. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് പാർട്ട്ണർഷിപ്പിലെ ആ ഒരു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് പുതുക്കുക, അതായത് അതിലൊരു മാറ്റം വരുത്തിയിട്ട് പുതിയ എഗ്രിമെന്റ് വരിക. അപ്പൊ പഴയ എഗ്രിമെന്റ് ക്ലോസ് ചെയ്തു, പുതിയ എഗ്രിമെന്റ് വന്നു,
പക്ഷെ എന്ത് വന്നിട്ടില്ല, ബിസിനസ് അടച്ചു പൂട്ടിയിട്ടില്ല. അപ്പൊ ബിസിനസ് അടച്ചു പൂട്ടാതെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാത്രം മാറ്റം വരുന്നതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഏതൊക്കെ സിറ്റുവേഷനിൽ നടക്കും, ഏതൊക്കെയാണ് ഈ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ഒരു ബിസിനസ്സിൽ അഡ്മിഷൻ നടക്കുമ്പോൾ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, അമാൽഗമേഷൻ ഓഫ് ടു ഫോംസ്, ഇതൊക്കെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന വിവിധ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? അഡ്മിഷന്റെ സമയത്ത് പുതുതായിട്ട് ഒരാൾ കയറി വരികയല്ലേ, അപ്പൊ പഴയ പാർട്ട്നേഴ്സ് തമ്മിൽ അഗ്രിമെന്റ് ക്ലോസ് ചെയ്യും, എന്നിട്ട് ഈ പുതിയവനെയും കൂട്ടിയിട്ട് പുതിയ അഗ്രിമെന്റിലോട്ട് കടക്കും. ഇതുപോലെയാണ് എല്ലാ കേസും. ഓക്കെ, അപ്പൊ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ മോഡ്സ് പഠിച്ചു. ഇനി ഇതിൽ അഡ്മിഷനിൽ തന്നെയാണെങ്കിൽ ഈ പുതുതായിട്ട് കയറി വരുന്നയാൾക്ക് 2 റൈറ്റ് കിട്ടുമെന്ന് പഠിച്ചു വെക്കണം. അത് അഡ്മിഷന്റെ കേസിൽ ഒരാൾ ബിസിനസ്സിലോട്ട് കടന്നു വരിക, അപ്പൊ അയാൾക്ക് 2 അവകാശം കിട്ടും. എന്തൊക്കെയാ? ഒന്ന്, ബിസിനസിന്റെ അസറ്റ് ഷെയർ ചെയ്യാനുള്ള ഒരു അവകാശം, ഭാവിയിൽ ആ അസറ്റിന്റെ ഒരു ഷെയർ, അസറ്റിൽ ഒരു അവകാശം, ആ സ്വത്തിൽ എന്ത് ചെയ്യും, ഇവർക്കൊരു അവകാശം കിട്ടും. അതുപോലെ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേം, ബിസിനസ്സിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന, അയാൾ അഡ്മിഷൻ നടത്തിയതിന് ശേഷം ബിസിനസ് ഉണ്ടാക്കാൻ പോകുന്ന ലാഭത്തിൽ നിന്നും ഒരു പങ്ക് മാർക്ക് കിട്ടും, ഈ പുതുതായിട്ട് കയറി വരുന്ന ആൾക്ക് കിട്ടും. അതാണ് റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഞാനിങ്ങനെ ചാപ്റ്റർ വൈസ് അങ്ങനെയൊന്നുമല്ല, ഓരോ ടോപ്പിക്കും മിക്സ് ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാണ്. എക്സാമിന് ചോദിച്ചാൽ ഈ ഓർമ്മയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പൊ 2 അവകാശങ്ങളാണ്, സ്വത്തവകാശം റൈറ്റ് ടു ഷെയർ അസറ്റ്സ് ഓഫ് ദ ഫേം, റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഇത് രണ്ടുമാണ് അഡ്മിഷന്റെ സമയത്ത് അവർക്ക് കിട്ടുന്ന റൈറ്റ്. അതിനുവേണ്ടി എന്ത് കൊണ്ടുവരണം? അതിനുവേണ്ടി പുതുതായിട്ട് കയറി വരുന്ന ആൾ കയ്യും വീശി വന്ന ഈ അവകാശങ്ങളൊന്നും കൊടുക്കില്ല. പുതുതായിട്ട് വന്ന് കയറുന്ന ആള് 2 സാധനം കൊണ്ടുവരണം, ക്യാപിറ്റലും കൊണ്ടുവരണം, ഷെയർ ഓഫ് ഗുഡ് വില്ലും കൊണ്ടുവരണം. അപ്പൊ അഡ്മിഷൻ സമയത്ത് ഒരു പാർട്ട്ണർ എന്തൊക്കെ കൊണ്ടുവരണം? ഒരു പെട്ടിയിൽ ക്യാപിറ്റൽ, മറുപെട്ടിയിൽ ഷെയർ ഓഫ് ഗുഡ് വില്ല് കൊണ്ടുവരണം. ശരി, ഇനി അഡ്മിഷൻ സമയത്ത് എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്? ഇതൊരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്ന അതേപോലെ തന്നെ തിയറി ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അതായത് അഡ്മിഷന്റെ സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെ? അപ്പൊ ഈ രീതിയിൽ തിയറി ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. എങ്ങനെയൊക്കെ? സർ, ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പാർട്ട്ണർ, പുതിയ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ട്രീറ്റ്മെന്റ്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ, ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ല്, പിന്നെ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ് ആൻഡ് അതർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇതൊക്കെയാണ് അഡ്മിഷന്റെ സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചേ. അപ്പൊ ഈ ട്രീറ്റ്മെന്റ്സ് പ്രോബ്ലം ചെയ്യുന്നതിന് ഉപരി തിയറി ചെന്നാലും നിങ്ങൾ എഴുതാൻ പറ്റണം. അടുത്തത് സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഹാവ് എഗ്രീഡ് ടു സാക്രിഫൈസ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ഇൻ ഫേവർ ഓഫ് ദ ന്യൂ പാർട്ട്ണർ. അതായത് പുതിയ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് കയറി വരുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യും അല്ലേ? കാരണം പുതിയ ആൾക്ക് വേണ്ടിയിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഒരു ഷെയർ സാക്രിഫൈസ് ചെയ്യും. ആ സാക്രിഫൈസുകൾ തമ്മിലുള്ള റേഷ്യോനെയാണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. അതായത് ഏത് റേഷ്യോയിലാണോ ഓൾഡ് പാർട്ട്നേഴ്സ് പുതിയ പാർട്ട്നേഴ്സിന് വേണ്ടി സാക്രിഫൈസ് നടത്താം, അവരുടെ ഷെയർ സാക്രിഫൈസ് ചെയ്യാമെന്ന് പറയുന്നത്, ആ റേഷ്യോ ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഫോർ എക്സാമ്പിൾ, ഞാനും എൻ്റെ ഏട്ടനും ഒരു അയൽപക്കത്ത് ഒരു കുട്ടി വന്നപ്പം ഞാൻ 2 മിഠായും ഏട്ടൻ 1 മിഠായും കൊടുത്തു. ദാറ്റ് മീൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുട്ടായിൽ നിന്ന് 2 മിഠായും ഏട്ടൻ്റെ കയ്യിൽ നിന്ന് മുട്ടായിൽ നിന്ന് 1 മിഠായും കൊടുത്തു. അപ്പം ഞാൻ 2 മിഠായി സാക്രിഫൈസ് ചെയ്തു, ഏട്ടൻ 1 മിഠായി സാക്രിഫൈസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2:1 ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ. അപ്പോൾ സാക്രിഫൈസുകൾ തമ്മിലുള്ള റേഷ്യോ ആണെന്ത്? സാക്രിഫൈസിംഗ് റേഷ്യോ. യെസ്. ഇനി എന്താണ് ഗുഡ് വിൽ? നമുക്കറിയാം, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം. അപ്പോൾ ഒരു ബിസിനസിന്റെ റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ ലുലു മാൾ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടൊരു മാളാണല്ലേ, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പേര് കേൾക്കുക, അല്ലെങ്കിൽ ഒരു നല്ല പേരുണ്ടാവുക, സൽപ്പേര് ഉണ്ടാവുക, അതൊക്കെയാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതിന് നമുക്കൊരു അക്കൗണ്ടിങ്ങിൽ ഒരു വാല്യൂ ഇടുന്നതിനെയാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഇതിനെ ഗുഡ് വിൽ എന്ന് വിളിക്കാം. ഈ ഫാക്ടേഴ്സ്, ഈ ഗുഡ് വില്ല് കൂടാനും കുറയാനൊക്കെ കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ബിസിനസിന്റെ ലൊക്കേഷനാണ് അല്ലേ? ഇപ്പൊ സെൻട്രൽ സിറ്റിയിൽ അല്ലെങ്കിൽ മുട്ടായി തെരുവ് അങ്ങനത്തെ ഫേമസ് സ്ഥലങ്ങളിലൊക്കെയുള്ള കടകൾക്ക് ഓട്ടോമാറ്റിക്കലി ഗുഡ് വില്ല് കൂടും. ഓക്കെ, ലൊക്കേഷൻ ഓഫ് എ ബിസിനസ്, നേച്ചർ ഓഫ് എ ബിസിനസ്, മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി, ടൈം ഫാക്ടർ. നിങ്ങൾ കണ്ടില്ലേ പല ഹോട്ടലിലൊക്കെ സിൻസ് 1950 മുതൽ ഞങ്ങളുണ്ട്. അങ്ങനെ ടൈം കൂടുന്തോറും ഒരു ഫേമിന്റെ ഗുഡ് വില്ല് കൂടും. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മാർക്കറ്റ് സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്കിവിടെ പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കാരണം ഈ ഫാക്ടേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അറിഞ്ഞിരിക്കണേ. അപ്പൊ ഈ സാധനങ്ങൾ ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. പഠിച്ചു വെക്കുക. ഗുഡ് വിൽ. യെസ്. അടുത്തത് നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക? നമ്മളിപ്പോൾ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ പഠിക്കുന്നുണ്ടല്ലോ, ഇക്വേഷൻ ഒക്കെ അനുസരിച്ച് തിയറിയിൽ പ്രാക്ടിക്കലിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏത് സിറ്റുവേഷനിലാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക? ഏത് സിറ്റുവേഷനിലാ? എടാ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത്
ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, അമാൽഗമേഷൻ ഓഫ് ഫേംസ്. ഈ 5 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. നമ്മളപ്പോൾ നേരത്തെ ഇത് പഠിച്ച ഓൾറെഡി, മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ആ ഏരിയയിലൊക്കെ നമ്മൾ ഗുഡ്വിൽ എന്ത് ചെയ്യേണ്ടി വരും? വാല്യൂ ചെയ്യേണ്ടി വരും. ആ ഏരിയയിലൊക്കെ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഗുഡ്വിൽ എത്രയാണെന്നുള്ളത് വാല്യുവേഷൻ നടത്തേണ്ടി വരും. ആ വാല്യുവേഷന് കുറെ മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാ? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുന്നുണ്ട്. ആ സാധനങ്ങൾ തന്നെയാണ്. ആ വാല്യുവേഷൻ എവിടെയൊക്കെ വേണം, അതിന്റെ നീഡ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ശരി. ഇനി റിട്ടയർമെന്റിന്റെ സമയത്തുള്ള അക്കൗണ്ടിങ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? അഡ്മിഷൻ പോലെ തന്നെ ഇതിലും എന്തുണ്ട്? കുറെ അക്കൗണ്ടിങ് ആസ്പെക്ട്സ് ഉണ്ട്. അതും നിങ്ങൾ തിയററ്റിക്കലി ചോദിച്ചാൽ പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. ഇവിടെ നിങ്ങൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ന്യൂ റേഷ്യോ ഇവിടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെ? ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ ഉണ്ടാവും. ഇവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ അല്ല, ഗെയിനിങ് റേഷ്യോ ആണ്. അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് ഗുഡ്വിൽ, ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാം. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് ഉണ്ടാകും. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഉണ്ടാവും. അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, റിട്ടയർമെന്റ് വരെയുള്ള പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്ന പരിപാടി. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ, റിട്ടയറിംഗ് പാർട്ട്ണർ കൊടുക്കാനുള്ള ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം. സെറ്റിൽമെന്റ് ഓഫ് ടോട്ടൽ എമൗണ്ട്, എങ്ങനെ അത് റിട്ടയർ ചെയ്തു പോകുന്ന ആ പേയ്മെന്റ് എങ്ങനെ സെറ്റിൽമെന്റ് നടത്തുന്നുണ്ട് അത് പഠിക്കണം. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പം ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ റിട്ടയർമെന്റിന്റെ സമയത്ത് അക്കൗണ്ടിങ്ങിലുള്ളത്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾ തിയറിറ്റിക്കലി അത് തിയറി ഒരു ചോദിക്കാം അല്ലേ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് റിട്ടയർമെന്റിന്റെ സമയത്ത് അക്കൗണ്ടിങ്ങിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതിലെ പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി എന്താ ഗെയിനിങ് റേഷ്യോ? നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗെയിനിങ് റേഷ്യോ. കാരണം ഇവിടെ ഗെയിനിങ് റേഷ്യോന്റെ കേസിൽ ഒരാൾ ബിസിനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അല്ലേ, റിട്ടയർ ചെയ്ത് പോവാണ്. അപ്പോൾ ആ ഇറങ്ങിപ്പോകുന്ന ആളുടെ ഷെയർ പഴയ പാർട്ട്നേഴ്സിന് ഇങ്ങോട്ട് കിട്ടും. നേരത്തെ സാക്രിഫൈസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പഴയവന്മാർക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ്. കാരണം ഒരാൾ ഇറങ്ങിപ്പോകുമ്പോൾ അവൻ്റെയും കൂടി ആർക്കാ, ഇനി ഞമ്മക്കാ. അപ്പൊ അവന്റെ ആ സാധനം നമുക്ക്, അവന്റെ ആ ഷെയർ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അത് ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഏത് റേഷ്യോയിലാണോ ഗെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ ഇറങ്ങിപ്പോന്നു, അവൻ്റെ ഒരു 3 മിഠായി ഉണ്ടായിരുന്നു, ആ ഇറങ്ങിപ്പോന്നവൻ 2 മിഠായി എനിക്കും 1 മിഠായി ഏട്ടനും തന്നു. അപ്പോൾ ഗെയിൻ ചെയ്തത് എങ്ങനെയാ? 2:1 എന്നുള്ള റേഷ്യോയിൽ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്, നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ദ റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഇസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ന്യൂന്ന് ഓൾഡ് കുറച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ന്യൂ ഷെയർന്ന് ഓൾഡ് ഷെയർ കുറച്ചാൽ ഗെയിനിങ് ഷെയർ കിട്ടും. അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കും. ഇത് തിയറിയാണ്, ജസ്റ്റ് ഓർക്കുക. ഇനി നമ്മൾ ഒരു പ്രോഫിറ്റോ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഉള്ള പരിപാടി ഉണ്ട്. അതൊന്നുമില്ല, നമ്മൾ ചിന്തിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്കപ്പാറ് കണ്ണ, നമ്മൾ ബിസിനസ്സിൽ ഒരാൾ ഇറങ്ങിപ്പോകുമ്പോൾ അത് അവൻ ഏതെങ്കിലും ദിവസം ഇറങ്ങിപ്പോകാം, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോകുക നിൽക്കുക, ഡെത്താന്ന് വിചാരിക്കുക. അവനോട് മാർച്ച് 31 തന്നെ മരിക്കാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇയറിന്റെ വരെ ഒന്നും കാത്തു നിൽക്കൂല, നടുക്കുന്നെങ്ങാനും മരിക്കും, അല്ലെങ്കിൽ നടുക്കുന്നെങ്ങാനും ഒരാൾ റിട്ടയർ ആയി പോകും. അപ്പൊ ആ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റും കൂടി എവിടെയുണ്ട്? റിട്ടയർമെന്റിലുണ്ട്. കാരണം 31 മാർച്ചിലോ അല്ലെങ്കിൽ ഇയറിൻഡിലോ ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിക്കും. പക്ഷേ മരണവും റിട്ടയർമെന്റ് ഒക്കെ നടക്കുന്നത് നടുക്ക് വെച്ചായിരിക്കും. അപ്പൊ ആ നടുക്ക് വരെയുള്ള പ്രോഫിറ്റ് അവന് കൊടുക്കണമെങ്കിൽ നടുക്ക് വരെയുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അതൊരു റിട്ടയർമെന്റിലെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എൻട്രി ഉണ്ട്. അപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ റിട്ടയറിംഗ് പാർട്ണറിന് കൊടുക്കണം അല്ലെ, റിട്ടയറിംഗ് പാർട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, കാരണം ഒറിജിനൽ P&L അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഇയറിന്റെ പകുതിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ടെമ്പററി ആയിട്ട് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കും, അതിന്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്തിന്റെ കേസിൽ അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് അല്ലെങ്കിൽ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അക്കൗണ്ടിനെ മറക്കരുത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. അത് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഫിറ്റ് വീതം വെക്കുക. ഓക്കെ, ഇനി ലോസ് ആണെങ്കിലോ ഈ സെയിം എൻട്രി തലതിരിച്ചാൽ മതി. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ എന്തായാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് വരും. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. വളരെ വളരെ എളുപ്പമാണ്. ഓക്കെ, ജസ്റ്റ് തിയററ്റിക്കലി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഈ ഇറങ്ങിപ്പോകുന്ന റിട്ടയറിംഗ് പാർട്ട്ണറിന് സെറ്റിൽമെന്റ് നടത്തണ്ടേ, പേയ്മെന്റ് കൊടുക്കണ്ടേ? അതിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലംസം ആയിട്ട് പേയ്മെന്റ് നടത്താം, ഒറ്റയടിക്ക് മുഴുവൻ പൈസയും കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അതായത് ഇറങ്ങിപ്പോകുന്ന ആൾക്ക് ചിലപ്പോൾ ഒരുപാട് കൊടുക്കാനുണ്ടാവും, പെട്ടെന്ന് ബിസിനസ്സിൽ അത്രയും പണം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ പറയും, മോനെ നീ ഇപ്പോൾ റിട്ടയർ ചെയ്തോ, പക്ഷെ നിനക്ക് ഒരാളുടെ മുഴുവൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് തരൂല, നിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഓരോ വർഷവും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരാടാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ രീതി. ഇനിയോ പാർട്ട് പേയ്മെന്റും ബാക്കി ഇൻസ്റ്റാൾമെന്റും അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വേറൊരു ടേമാണ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം
എന്ന് പറയുന്നത് വേറൊരു ടേം ആണ് അല്ലേ? യെസ്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാ എക്സാമിനും അത്യാവശ്യം ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആടാ. ഓക്കെ, അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. നോക്കണേ, എന്തൊക്കെ ബേസിൽ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ടെർമിനേഷൻ ഓഫ് ബിസിനസ് ടെർമിനേറ്റ് ചെയ്യുന്നു. ടെർമിനേറ്റ് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്നു അല്ലേ? യെസ്. അപ്പൊ നോക്കൂ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ബിസിനസ് അങ്ങനെ അവസാനിക്കുന്നില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിലോ ബിസിനസ് ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ ബിസിനസ് അവസാനിപ്പിക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണോ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണോ? ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബിസിനസ് അടിച്ച് പൂട്ടുകയാണ്, ക്ലോസ് ചെയ്യാണ്, ഇനി അങ്ങോട്ടേക്ക് ബിസിനസ് ഇല്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ബിസിനസ് അവസാനിക്കുന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആട്ടോ, കാരണം ഫേം ആണ് അടച്ചു പൂട്ടുന്നത്. സാധാ ഡിസൊല്യൂഷൻ ഓഫ് വെറും പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, ബിസിനസ് അടച്ചു പൂട്ടുന്നില്ല. ഇനി അടുത്തത് സെറ്റിൽമെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ അസറ്റും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യും, എന്നിട്ട് ന്യൂ ബാലൻസ് ഷീറ്റ് വരയ്ക്കും. കാരണം അവിടെ ബിസിനസ് അടച്ചു പൂട്ടുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, റീവാലുവേഷൻ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അഡ്മിഷൻ റിട്ടയർമെന്റ് ഒക്കെ ഈ സമയങ്ങളിലൊക്കെ നടക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. അതായത് അവിടെ എഗ്രിമെന്റ് ആണ് അവസാനിക്കുന്നത്, എന്നിട്ട് പുതിയ എഗ്രിമെന്റ് വരുന്നു അല്ലേ? പാർട്ട്നേഴ്സ് തമ്മിലുള്ള എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് പുതിയ എഗ്രിമെന്റ് വരുന്നു, ബിസിനസ് അടച്ചു പൂട്ടുന്നില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ബിസിനസ്സേ അടച്ചു പൂട്ടും, മുഴുവൻ അടച്ചു പൂട്ടും. അപ്പോ ഈ പിന്നെ അസറ്റും ലയബിലിറ്റീസും ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ് നടക്കുന്നതെങ്കിൽ ചുമ്മാ അതിന്റെ റീവാലുവേഷൻ ഒക്കെ നടത്തിയിട്ട് പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കുകയാണ് ചെയ്യുക. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിലോ അസറ്റ് ഒക്കെ എടുത്ത് വിൽക്കും, ലയബിലിറ്റീസ് എന്ത് ചെയ്യും, പേ ചെയ്യും, മൊത്തം ഒഴിവാക്കും. എന്ത് റീവാലുവേഷൻ, ബിസിനസ്സേ അടച്ചു പൂട്ടുന്നു, എന്ത് റീവാലുവേഷൻ അല്ലേ? അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ റീവാലുവേഷൻ നടത്തും, എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ നോ റീവാലുവേഷൻ, എല്ലാം അടച്ചു പൂട്ടി വിൽക്കുക, പരിപാടി തീർക്കുക. റിയലൈസേഷൻ അക്കൗണ്ട് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അസറ്റ് ഒക്കെ വിൽക്കുന്നത്. ഓക്കെ, ഇനി കോർട്ടിന്റെ ഇടപെടൽ, കോർട്ട്സ് ഇന്റൻഷൻ, കോടതി. കോർട്ട് ഒരിക്കലും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. ബിക്കോസ് പാർട്ട്ണർഷിപ്പ് ഈസ് ഡിസോൾവ്ഡ് ബൈ എ മ്യൂച്വൽ എഗ്രിമെന്റ് അല്ലേ? പാർട്ട്ണർഷിപ്പ് എന്താ ചെയ്യുന്നത്, അഡ്മിഷൻ സമയത്തൊക്കെ അവർ തന്നെ എഗ്രിമെന്റ് ക്ലോസ് ചെയ്ത് പുതിയ എഗ്രിമെന്റ് വെക്കുക, അവിടെ കോടതി ഇടപെടേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ബിസിനസ് ചിലപ്പം അടച്ചുപൂട്ടാൻ ഒരു കോടതിക്ക് ഉത്തരവിടും. ഓക്കെ, നിങ്ങളുടെ ഫേം അടച്ചുപൂട്ടിയേക്കോളൂ, നിങ്ങൾ എന്തൊക്കെയോ ഇല്ലീഗലാണ്. അപ്പൊ അങ്ങനത്തെ ഫേം ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ ദ കോർട്ട്സ് ഓർഡർ. അപ്പൊ കോർട്ട് ഇടപെടുന്ന എവിടെയായിരിക്കും, ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലായിരിക്കും, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലായിരിക്കില്ല. ഇനി ഒരു എക്കണോമിക് റിലേഷൻഷിപ്പ്, സാമ്പത്തികപരമായ ബന്ധം. ഓക്കെ, എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് കണ്ടിന്യൂസ് ത്രൂ ദ എ ചേഞ്ച് ഇൻ ഫോം. അതായത് ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ ബിസിനസ് അടച്ചു പൂട്ടാത്തത് കൊണ്ട് തന്നെ എഗ്രിമെന്റിലാണ് മാറ്റം വരുന്നത്. അപ്പം പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം, അതായത് എക്കണോമിക് റിലേഷൻഷിപ്പ് വേറൊരു ഫോമിൽ പുതിയ എഗ്രിമെന്റിന്റെ രൂപത്തിൽ അപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കില്ലേ, കാരണം ബിസിനസ് അടച്ചു പൂട്ടുന്നില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണെങ്കിലോ എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. കാരണം എന്താ, ബിസിനസ്സേ അടച്ചു പൂട്ടുന്നത്, പിന്നെ എന്ത് ബന്ധം, എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. ഇനി ക്ലോഷർ ഓഫ് ബുക്സ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ബുക്ക് ഒന്നും ക്ലോസ് ചെയ്യണ്ട, കാരണം ബിസിനസ് അടച്ചു പൂട്ടുന്നില്ലല്ലോ, പിന്നെ എന്തിന് ഞാൻ ബുക്ക് ക്ലോസ് ചെയ്യണം, ഡസ് നോട്ട് റിക്വയർ ബിക്കോസ് ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണെങ്കിലോ ബുക്കുകളൊക്കെ ക്ലോസ് ചെയ്യണം, ഒരു അക്കൗണ്ടിങ് ബുക്കും ഇനി ബിസിനസ്സിൽ വേണ്ട. അടച്ചു പൂട്ടുന്ന ബിസിനസ്സിന് എന്തിനാടാ ബുക്ക്? നിങ്ങളുടെ ഇടിച്ചു മറിഞ്ഞ ഒരു വണ്ടി കത്തിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വണ്ടി ഇല്ല, അല്ലെങ്കിൽ കുളത്തി വീണുപോയ ഒരു വണ്ടിക്ക് എന്തിനാടാ RC ബുക്കും പേപ്പറും അല്ലേ? ബുക്കും പേപ്പറൊന്നും വേണ്ട. ഓക്കെ, നെക്സ്റ്റ് അതർ ഡിസൊല്യൂഷൻ. ഓക്കെ, എന്താ പറയുന്നത്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഇറ്റ് മേ ഓർ മേ നോട്ട് ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം അല്ലേ? അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഫേം വേണമെങ്കിൽ അടച്ചുപൂട്ടാം. ഒരു ബിസിനസ് ഫേം അടച്ചുപൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിക്കും, അല്ലാതെയും ഡിസൊല്യൂഷൻ സംഭവിക്കും. ഫേം അടച്ചുപൂട്ടണമെന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യും, എഗ്രിമെന്റ് മാറ്റിയാൽ മതി, അപ്പോഴും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിക്കും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ഞാൻ തിയററ്റിക്കലി പഠിച്ചു വെച്ചോളാം. ഇനി ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിലോ ഇറ്റ് നെസസറിലി ഇൻവോൾവ്സ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. എന്താണ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം നടക്കുമ്പം ഫേം എന്തായാലും അടച്ചുപൂട്ടുകയാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധവും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അവസാനിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എവിടെ സംഭവിക്കുന്നുണ്ട്, ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ സംഭവിക്കുന്നുണ്ട്, കാരണം എന്തായാലും അടച്ചുപൂട്ടുക, അപ്പോൾ എഗ്രിമെന്റ് എന്ത് ചെയ്യും, ഇല്ലാണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ ഈ അവസാനത്തെ പോയിന്റ് വലുതായിട്ടൊന്നും കത്തിയിട്ടില്ലെങ്കിലും തിയററ്റിക്കലി എന്ത് ചെയ്യുക, കാണാപ്പാടം പഠിച്ചു വെക്കണം. അപ്പോൾ ഇതെന്തായാലും എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് ഞാൻ അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് പറഞ്ഞത് കേട്ടോ. യെസ്. അടുത്തത് മെൻഷൻ ഇനി 2 സിറ്റുവേഷൻ ഇൻ വിച്ച് കമ്പൾസറി ഡിസൊല്യൂഷൻ. അപ്പോൾ പല ഫോമിൽ നിങ്ങൾക്ക് ഡിസൊല്യൂഷൻ പഠിക്കാനുണ്ട്, അത് ഞാൻ എല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് കുറേ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറേയൊക്കെ നിങ്ങൾ സ്വന്തം വായിച്ചു നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ കമ്പൾസറി ഡിസൊല്യൂഷൻ വരുന്ന സിറ്റുവേഷൻ. ഏതൊക്കെ സിറ്റുവേഷൻ ആണ് കമ്പൾസറി ബിസിനസ് ഡിസൊല്യൂഷൻ ചെയ്യേണ്ടി വരുന്നത്? ഒന്ന്, വേർ ഓൾ ദ പാർട്ട്നേഴ്സ് ഓർ ഓൾ എക്സ്പെക്ട് വൺ ബിക്കംസ് ഇൻസോൾവെന്റ് ഓർ ഇൻസൈൻ. അതായത് പാപ്പരാവുക അല്ലെങ്കിൽ വട്ടാവുക, ആർക്ക്, എല്ലാ പാർട്ട്നേഴ്സിനും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഒഴികെ ബാക്കി എല്ലാവർക്കും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ കമ്പൾസറി ഡിസൊല്യൂഷൻ നടത്തേണ്ടി വരും. ഇനി ബിസിനസ് ഇല്ലീഗൽ ആയാൽ നിങ്ങൾ കമ്പൾസറി അടച്ചുപൂട്ടേണ്ടി വരും. വെൻ ഓൾ ദ പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. അതായത് ഒരു ഫേമിൽ എല്ലാ പാർട്ട്നേഴ്സും
അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും അല്ല, ഒരു പാർട്ട്ണർ ഒഴികെ ബാക്കി എല്ലാവരും റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴും ബിസിനസ് അടച്ചുപൂട്ടേണ്ടി വരും. ഒരാൾ വെച്ചിട്ട് എന്ത് പാർട്ട്ണർഷിപ്പ് അല്ലേ? നെക്സ്റ്റ്, വെൻ ഓൾ ദ പാർട്ട്നേഴ്സ് ഓൾ എക്സെപ്റ്റ് വൺ ഡൈ. ഒരു 3-4 പാർട്ട്ണർഷിപ്പ് ഉള്ള ഫേമിൽ 3 ആൾ കൂടിയിട്ട് ഊട്ടിക്ക് ടൂർ പോകുന്ന സമയത്ത് കാർ അപകടത്തിൽ മരിച്ചു വിചാരിക്കുക. അപ്പോൾ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും? യെസ്, നമ്മുടെ പാർട്ട്നർഷിപ്പ് കമ്പൾസറി, ഡിസൊല്യൂഷൻ കമ്പൾസറി, അടച്ചുപൂട്ടേണ്ടി വരും. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട തിയറി പോർഷൻസ് ആണ്. ഓക്കെ, നിങ്ങൾ ഇത് എന്തായാലും പഠിച്ചിരിക്കേണ്ട തിയറി പോർഷൻസ് ആണ്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊക്കെ പഠിച്ചറിഞ്ഞിരിക്കുക. ഇത് മാത്രമല്ല, ബാക്കി പോർഷൻസ് നിങ്ങൾ കവർ ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലല്ല, ഞാൻ കുറച്ച് പ്രധാനപ്പെട്ടത് പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ടാറ്റാ, ബൈ.